മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ നോവൽ രാത്രിമഴ. ചന്ദനം ഇലച്ചീന്തിൽ നിന്നെടുത്ത് നെറ്റിയിൽ തൊട്ടതോടെ അർച്ചനയുടെ ഒരുക്കം പൂർത്തിയായി. രാവിലെ തിരുനക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തിയ ചന്ദനത്തിൻ്റെ ബാക്കിയായിരുന്നു അത്. ഇലച്ചീന്ത് മടക്കി അവൾ ജനൽപ്പടിയിൽ വെച്ചു. തിടുക്കത്തിൽ ചുവരിലേക്ക് നോക്കി. പുകയും പൊടിയും പിടിച്ച് പുരാവസ്തു പോലെയായ ക്ലോക്കിലെ സൂചികൾ 6 മണി കഴിഞ്ഞ് 25 മിനിറ്റായെന്ന് കാണിച്ചു. രാത്രി 10:15 കോട്ടയത്ത് നിന്ന് ട്രെയിൻ. പുലർച്ചെ 7 കണ്ണൂരിലെത്തും. ബാഗ് എടുത്ത് കട്ടിലിൽ വെച്ചു. നല്ലതെന്ന് തോന്നിയ 2 ചുരിദാർ ഇസ്തിരിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് തന്നെ ഫ്രഷായി നേരെ എക്സാം സെൻറ്ററിലേക്ക് പോകാമെന്നാണ് സുജ പറഞ്ഞത്. സുജിക്കൊപ്പം അവളുടെ അച്ഛനും അമ്മയും വരുന്നതാണ് തനിക്കുള്ള തുണ. വാതിൽ തുറന്ന് അമ്പിളി അകത്തു വന്നു. +2 കഴിഞ്ഞ് നിൽക്കുകയാണവൾ. അർച്ചനയെ കണ്ട് അവൾ അത്ഭുതം കൂറി. ദൈവമേ, അതിനിടയിൽ ചേച്ചിയുടെ ഒരുക്കവും കഴിഞ്ഞോ? രാത്രിയിലെ ഒരു ട്രെയിൻ യാത്രയല്ലേ, ഇതൊക്കെ ധാരാളമാ മോളെ. ഹാൾ ടിക്കറ്റ് എടുത്തു വച്ചല്ലോ. ഞാനത് മറക്കൂ? ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയല്ലേ ഈ ബാങ്ക് ടെസ്റ്റ്. അർച്ചന പുഞ്ചിരിച്ചു. അമ്പിളി അർച്ചനയുടെ കൈ പിടിച്ചു. എത്ര നാളായി ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുന്നതാ. ചേച്ചിക്ക് ഈ ജോലി കിട്ടും. അങ്ങനെ ഒരു കാലമുണ്ടായാൽ അത് ഈ വീടിനു വേണ്ടിയല്ലേ. ചിറ്റപ്പനും കുഞ്ഞമ്മയും എനിക്കെൻ്റെ മാതാപിതാക്കളെപ്പോലല്ലേ. ആദ്യം രേവതിയുടെ വിവാഹം നടത്തണം. ഞാനവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അപ്പോഴേ അവൾ മനസ്സിലാക്കൂ. പിന്നെയുള്ള സ്വപ്നം നിന്റെ പഠിപ്പാ. നിനക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഉയരത്തിൽ. അമ്പിളിയുടെ കണ്ണിൽ നനവൂറി. സ്വന്തം കൂടപ്പിറപ്പിന് തോന്നാത്ത സ്നേഹമാണ്. സന്ധ്യയായില്ലേ, ഞാൻ ഇറങ്ങാം. അമ്മ പൊതിച്ചോറ് കേട്ടുവാ, ഞാനത് വാങ്ങി വരാം. വേണ്ട, സുജിയുടെ വീട്ടിൽ നിന്ന് 9:30 കഴിഞ്ഞേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകൂ, അർച്ചന പറഞ്ഞു. അവർ അത്താഴം കഴിക്കുമ്പോൾ ചേച്ചിക്ക് പൊതിച്ചോറ് തിന്നാമല്ലോ. അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകണ്ട. അമ്പിളി പുറത്തേക്ക് പോയി. അർച്ചന കട്ടിലിരുന്നു. ഇളയമ്മയുടെ ആ വാടക വീട്ടിൽ അവൾ എത്തിയിട്ട് 7-8 മാസങ്ങളായിട്ടുണ്ടാവും. അതിനു മുൻപ് മാതാപിതാക്കളും അനിയത്തിയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം അവൾക്കുമുണ്ടായിരുന്നു. ഇടുക്കി രാജക്കാടിനടുത്ത് കുഞ്ചത്തണ്ണിയിലായിരുന്നു അവളുടെ വീട്. 2 മതത്തിൽപ്പെട്ടവരായിരുന്നു അവളുടെ മാതാപിതാക്കൾ. കൂലിപ്പണിക്കാരനായിരുന്ന അവളുടെ അപ്പച്ചൻ അവളെ M.Com വരെ പഠിപ്പിച്ചു. പിന്നെ കമ്പ്യൂട്ടറും. ഒരു മഴക്കാല സന്ധ്യയിൽ ടൗണിലെ പാരലൽ കോളേജിൽ ട്യൂഷൻ എടുത്തിട്ട് വരുമ്പോൾ വീട് നിന്നെടുത്ത് കുത്തിയൊഴുകുന്ന ഒരു പുഴയാണ് കണ്ടത്. ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയവരുടെ കൂട്ടത്തിൽ അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. അനിയത്തിയുടെ ശരീരം പോലും കണ്ടെടുക്കാനായില്ല. ആകെയുണ്ടായിരുന്ന 12 സെന്റ് ഭൂമി മലവെള്ളം ഊറ്റിക്കൊണ്ടുപോയി. അവളുടെ അമ്മയുടെ ഏക അനിയത്തി ശ്യാമളയെ വിവാഹം ചെയ്തത് ലോറി ഡ്രൈവർ രാജപ്പനാണ്. 2 പെൺമക്കളാണവർക്ക്. എല്ലാം വിറ്റുപെറുക്കി കോട്ടയത്ത് കോടിമതയിൽ ചെറിയൊരു വാടക വീട്ടിലാണ് അവരുടെ താമസം. ശ്യാമള വന്ന് അർച്ചനയെ കൂട്ടിക്കൊണ്ടുപോയി. ഭർത്താവിൻ്റെ ദുർമുഖം അവർ കണ്ടില്ലെന്ന് നടിച്ചു. മൂത്ത മകൾ രേവതിയുടെ ഒളി യുദ്ധത്തിന് പരിചയായി നിന്നു. കടുത്ത പാരാധീനതകൾക്ക് നടുവിലായിരുന്നു ആ കുടുംബം. മാസം 1 കഴിഞ്ഞപ്പോൾ സുഹൃത്തിൻ്റെ സഹായത്തോടെ ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ മാസം 3000 രൂപയ്ക്ക് അവൾ ഒരു ജോലി തരപ്പെടുത്തിയെടുത്തു. മേശയിലിരുന്ന സെൽ റിങ് ചെയ്തപ്പോൾ അർച്ചന വേഗം ചെന്ന് അതെടുത്തു. സുജിയുടെ പേര് കണ്ടു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു അച്ചു, എനിക്ക് വരാൻ പറ്റില്ല. അർച്ചനയ്ക്ക് വിശ്വസിക്കാനായില്ല. സുജ തമാശ പറയുകയാണോ? അവളുടെ സ്വരമുലഞ്ഞു. അച്ചമ്മ മരിച്ചെന്ന് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഫോൺ വന്നു. ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകാനുള്ള തിരക്കില. വയ്ക്കട്ടെ. കോൾ കട്ടായി. ഒന്ന് കരയാൻ പോലും കഴിയാതെ അർച്ചന നിന്നു. പൊതിച്ചോറുമായി വന്ന അമ്പിളി കണ്ടത് നിശബ്ദം കണ്ണീർ വാർക്കുന്ന അർച്ചനയെയാണ്. എന്താ ചേച്ചി? ദയനീയമായി അർച്ചന അവളെ നോക്കി. ടെസ്റ്റ് എഴുതാനുള്ള യോഗം എനിക്കില്ല. സുജ വിളിച്ചിരുന്നു. അവളുടെ അച്ചമ്മ മരിച്ചത്രേ. അമ്പിളിക്ക് കടുത്ത നിരാശയായി. അർച്ചന കട്ടിലിൽ ചെന്നിരുന്നു. കണ്ണു തുടച്ചു. ചേച്ചിക്ക് പരിചയമുള്ള കൂട്ടുകാരികൾ വേറെയുണ്ടോ? എനിക്കിവിടെ ആകെയുള്ള പരിചയം ദേവികയല്ലേ. നാട്ടിലുള്ള ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അന്വേഷിച്ചാലും രാത്രി എന്ത് ചെയ്യാനാ? അർച്ചന വിധി ഏറ്റുവാങ്ങിയ മട്ടിലിരുന്നു. അമ്പിളി അടുത്തു വന്നിരുന്നു. ഞാൻ നോക്കിയിട്ടൊരു വഴിയുണ്ട്.
ചേച്ചി അതിന് തയ്യാറായാൽ നമ്മൾ രണ്ടുപേരെ ഈ വിവരം അറിയൂ. അർച്ചന നനഞ്ഞ മുഖമുയർത്തി അവളെ നോക്കി. ചേച്ചി സുധീഷ് സാറിനെ വിളിച്ച് വിവരം പറ. അർച്ചന പ്രതികൂലമായി തല ചലിപ്പിച്ചു. സുധി എന്ത് ചെയ്യാനാ? ചേച്ചിക്ക് കൂട്ടായി വരും. അർച്ചനയിൽ പരിഭ്രമമുണ്ടായി. അത് വേണ്ട. ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഇപ്പോൾ നിങ്ങളുടെ ഭാവിയെ എനിക്ക് വലുത്. അന്യനായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ടെസ്റ്റ് എഴുതാൻ പോയെന്ന് കേട്ടാൽ അതോടെ തീർന്നു. ആരും അറിയാൻ പോകുന്നില്ല. രാത്രി വണ്ടിക്ക് കയറിയാൽ രാവിലെ സ്ഥലത്തെത്തില്ലേ? ടെസ്റ്റ് കഴിഞ്ഞ് ഉടൻ അടുത്ത വണ്ടിക്ക് കയറിയാൽ രാത്രി 8-ന് വീട്ടിലെത്താം. പിന്നെന്ത് ഭയക്കാൻ? വിളി അർച്ചനയെ പിടിച്ചു തിരിച്ചു. ഈ ടെസ്റ്റ് ചേച്ചി എഴുതണം. ജോലി കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ജോലിയില്ലാതെ സുധീഷ് സാറിൻ്റെ വീട്ടുകാർ ചേച്ചിയെ അംഗീകരിക്കില്ല. നല്ലൊരു ജോലിയുണ്ടെങ്കിൽ സ്ത്രീധനമോ കുടുംബമഹിമയോ വലിയ വിഷയമാവില്ല. അത് കേട്ടിട്ട് അർച്ചനയ്ക്ക് സങ്കടമാണ് വന്നത്. കഷ്ടം, നിന്റെ തെറ്റിദ്ധാരണ ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനും സുധിയും തമ്മിൽ നീ കരുതുന്ന പോലൊരു ബന്ധമില്ല. ഇതും പറഞ്ഞ് സുധിയെ ഞാൻ വിളിക്കില്ല. പോകുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അർച്ചന ബാഗ് കട്ടിലിൻ്റെ അടിയിൽ വയ്ക്കുന്ന സമയം നോക്കി അവളുടെ ഫോണും എടുത്ത് അമ്പിളി പുറത്തിറങ്ങി. സുധിയോട് ഒരു വാക്ക് പറഞ്ഞാൽ ഓടി വരുമെന്ന് ഉറപ്പാണ്. ആളിപ്പോൾ വൈക്കത്തുണ്ട്. അവിടെ SBIയിൽ ജോയിൻ ചെയ്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഡിഗ്രി മുതൽ PG വരെ 5 വർഷത്തെ പരിചയമുണ്ട് സുധിയുമായിട്ട്. അർച്ചനയും സുധിയും പ്രണയ ജോഡികളായിട്ടാണ് കോളേജിൽ അറിയപ്പെട്ടിരുന്നത്. സുധി അതിൽ ആഹ്ലാദിച്ചു. അവൾ എന്നും അതിർവരം വിട്ട് അവൻ്റെ സൗഹൃദത്തെ തടഞ്ഞു നിർത്തി. മഴനൂല് കൊണ്ടൊരു ബന്ധമെന്നാണ് സുധിയുമായിട്ടുള്ള സൗഹൃദത്തിന് അർച്ചനയിട്ട് അടിക്കുറിപ്പ്. സെല്ല് നീട്ടിപ്പിടിച്ച് അമ്പിളി ഓടി വന്നു. കൂട്ടുവരാൻ ഒരാൾ സമ്മതിച്ചിട്ടുണ്ട്, സംസാരിക്ക്. അമ്പിളി സെൽ അർച്ചനയ്ക്ക് കൊടുത്തു. ആരാ എന്ന് അവൾ ആംഗ്യം കൊണ്ട് ചോദിച്ചപ്പോൾ അമ്പിളിക്ക് ദേഷ്യം വന്നു. അർച്ചന ഫോൺ കാതോട് ചേർത്തു. ഹലോ. പതുക്കെ അവൾ ശബ്ദിച്ചു. അത്രമേൽ നിനക്ക് ഞാൻ ശത്രുവായോ? സുധീഷിന്റെ പരിഭവപ്പെട്ട വാക്കുകൾ അർച്ചനയുടെ കാതിൽ വീണു. സുധി. അവൾ അമ്പിളിയെ നോക്കിയപ്പോൾ മുഖത്ത് കർക്കശഭാവം കണ്ടു. ട്രെയിൻ എത്ര മണിക്കാ? സുധിയുടെ സ്വരം വന്നു. അത് 10:15. നീ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കോ. 10-ന് മുമ്പ് ഞാൻ അവിടെ എത്തിക്കൊള്ളാം. സുധി. മനസ്സിലായി. എൻ്റെ കൂടെ വരാൻ സങ്കോചമുണ്ടല്ലേ? നിനക്ക് ടെസ്റ്റ് എഴുതണം. കൂടെ വന്നയാളെ മറ്റുള്ളവർ കാണാനും പാടില്ല. സമ്മതിച്ചു. 10 പേരുടെ പിന്നിൽ ഞാൻ നിന്നുകൊള്ളാം. അർച്ചന ധർമ്മസങ്കടത്തിലായി. ഈഗോ കളഞ്ഞിട്ട് ഇറങ്ങാൻ നോക്ക്. പറഞ്ഞ ടൈം ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തും. സുധീഷ് കോൾ കട്ട് ചെയ്തെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. ഈ ജോലി കിട്ടിയാൽ അത് ചേച്ചിക്ക് മാത്രമാണോ? ഞങ്ങൾക്ക് കൂടി തണലാവില്ലേ? സുധീഷ് സാറിനെ വിളിച്ച് പറയാതിരിക്കാൻ എനിക്കായില്ല. വേഗം ഇറങ്ങു ചേച്ചി. നമ്മൾ 2 പേർ മാത്രം ഈ വിവരം അറിഞ്ഞാൽ മതി. അമ്പിളി കെഞ്ചി. വരാന്തയിൽ നിന്ന് ശ്യാമളയുടെ സ്വരമെത്തി. അച്ചു ഇറങ്ങുന്നില്ലേ? സന്ധ്യയായി. അമ്പിളി വേഗം കട്ടിലിനടിയിൽ നിന്ന് ബാഗ് എടുത്തു. ഇറങ്ങി വന്നേ. 2 പേരും വരാന്തയിൽ ഇറങ്ങി. ശ്യാമള അവിടെ നിൽപ്പുണ്ട്. വരാന്തയുടെ ഒരു ഭാഗത്ത് തയ്യൽ മെഷീൻ ചവിട്ടുന്ന രേവതിയെ കണ്ടു. മുഖം ഈർപ്പിച്ചാണിരിപ്പ്. മോൾ ഇത് വെച്ചോ. കുറച്ച് രൂപ മടക്കി ശ്യാമള അർച്ചനയുടെ നേരെ നീട്ടി. വേണ്ട കുഞ്ഞമ്മേ, എൻ്റെ കയ്യിലുണ്ട്. ഒരു യാത്ര പോകുന്നതല്ലേ മോളൂ, വെച്ചോ. ഒരു ചായയ്ക്ക് പോലും അവരെ കൊണ്ട് ചെലവ് ചെയ്യിക്കരുത്. വാങ്ങിയില്ലെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് സങ്കടമാവുമെന്ന് കരുതി അവൾ രൂപ വാങ്ങി. മടങ്ങി വന്ന് ചെലവായില്ലെന്ന് പറഞ്ഞ് മടക്കി കൊടുക്കാം. പോയിട്ട് വരട്ടെ മോളെ. അർച്ചന രേവതിയെ നോക്കി. അവൾ കേട്ട ഭാവം നടിച്ചില്ല. അമ്പിളി മുഖം വക്രിച്ചു. ശ്യാമളയെയും അമ്പിളിയെയും നോക്കി തലയാട്ടിയിട്ട് ബാഗ് ചുമലിൽ തൂക്കി അർച്ചന ത്രിസന്ധ്യ പടർന്ന മുറ്റത്തേക്കിറങ്ങി നടന്നു. അച്ഛൻ വളയം പിടിച്ചു കൊണ്ടുവരുന്ന കാശെടുത്തു കൊടുക്കാൻ അമ്മയ്ക്കൊരു ദണ്ഡവും ഇല്ലല്ലോ. രേവതി അമർഷം കൊണ്ടു. നല്ലൊരു കാര്യത്തിനല്ലേ? അവൾക്ക് ജോലി കിട്ടിയാൽ പൊടിയും തട്ടിപ്പോവും. അവളെ കൊണ്ട് ഈ വീട്ടിൽ ആർക്കും ഒരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല. പോയിക്കോട്ടെ, ചേച്ചിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അമ്പിളി ഏറ്റുപിടിച്ചു. പെണ്ണ് 2 പല്ലവിയായിരുന്നു അച്ഛന്. അത് കേട്ട് സഹികെട്ട ഒന്നിനെ കൂടി ദൈവം ഇങ്ങോട്ട് തള്ളിവിട്ടത്. ഇപ്പോൾ കേൾക്കുന്നത് പുര നിറഞ്ഞ് 3 പെണ്ണുള്ള വീടെന്ന. അച്ചു ചേച്ചി ഇവിടെ ആർക്കും ഭാരമാവില്ല. അവൾക്ക് സബു പറയുന്ന നീ വീട്ടിലിരുന്ന് പോകത്തേയുള്ളൂ. നാശം, സന്ധിക്കാ ശാപം. കാതുകൊത്തി ശ്യാമള അകത്തേക്ക് പോയി. വീട്ടിലിരിക്കാനാ വിധിയെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. നിന്നെപ്പോലെ ജീവിക്കുന്നത്. കല്യാണം കഴിക്കാനെന്ന ചിന്തയൊന്നും എനിക്കില്ല.
ചുട്ട മറുപടി കൊടുത്തിട്ടേ അമ്പിളി രംഗം വിട്ടുള്ളൂ. രേവതി കല മുഴുവനും പഴഞ്ചൻ മെഷീനിൽ തീർത്തു. റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ അർച്ചന കാത്തിരുന്നു. സുധീഷിന് വൈക്കത്ത് നിന്ന് കോട്ടയത്തെത്താൻ കുറച്ച് സമയമെടുക്കുമെന്ന് അവൾക്കറിയാം. സെൽ റിങ് ചെയ്തപ്പോൾ അവൾ ഓർമ്മകൾ വിട്ടുണർന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സുധീഷാണ്. ഹലോ, നീ എവിടെയാ? വെയിറ്റിംഗ് റൂമിലുണ്ട്, ലേഡീസിൻ്റെ. അവൾ ബാഗുമായി എഴുന്നേറ്റ് പുറത്തു വന്നു. സ്റ്റെപ്പ് കയറി മുകളിൽ വാ, കോൾ കട്ട് ചെയ്യണ്ട. ഫോൺ കാതോട് ചേർത്ത് അവൾ സ്റ്റെപ്പ് കയറി ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലെത്തി. സുധി, ഞാനെത്തി, പുറത്തേക്കിറങ്ങ്. അവൾ പുറത്തിറങ്ങി. ആളുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ഓട്ടോയുടെ മുന്നിൽ ക്രീം കളറിലുള്ള ഒരു ഇന്നോവ വന്നു നിന്നു. അതിൻ്റെ സൈഡ് ഗ്ലാസ് താഴ്ന്നു. അച്ചു, കാറിലേക്ക് നോക്ക്. ഡ്രൈവിംഗ് സീറ്റിൽ അവൾ സുധീഷിൻ്റെ സുന്ദരമായ മുഖം കണ്ടു. കോൾ കട്ട് ചെയ്തിട്ട് അവൾ കാറിനടുത്ത് ചെന്നതും ഫ്രണ്ട് ഡോർ തുറക്കപ്പെട്ടു. കയറ്, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവൾ അമ്പരന്നു. ട്രെയിനിലല്ലേ പോകുന്നത്? എനിക്ക് ബർത്ത് കിട്ടില്ല, അതാ കാർ എടുത്തത്. കേറ്, പിന്നിൽ വണ്ടിയുണ്ട്. ഒരു പോലീസുകാരൻ വണ്ടി മാറ്റാൻ ആവശ്യപ്പെട്ട് ദേഷ്യപ്പെടുന്നത് അവൾ കണ്ടു. അർച്ചന കാറിൽ കയറി. വണ്ടി മുന്നോട്ട് ചലിച്ചു. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, അവൾ പരിഭവപ്പെട്ടു. സുധീഷ് അവളെ നോക്കി പുഞ്ചിരിച്ചു. എനിക്കറിയത്തില്ലേടി, പക്ഷേ നിന്നോടൊപ്പമുള്ള യാത്ര എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. നിന്നെ ഒന്ന് കാണാൻ എന്താ വഴിയെന്ന് 2-3 ദിവസമായി ചിന്തിച്ചിരിക്കുമ്പോഴാണ് അമ്പിളിയുടെ വിളി വരുന്നത്. കമ്പ്യൂട്ടർ സെന്ററിൽ വന്നാൽ 1-2 വാക്കുകളിൽ സംസാരം തീർത്ത് കളയും. സുധി പറഞ്ഞു വരുന്നത് എന്തിലേക്കാണെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യുന്നത് ഒഴിഞ്ഞു മാറ്റമോ ഒളിച്ചോട്ടമോ അല്ല. എൻ്റെ വില ഞാൻ അറിയുന്നു. സുധിയുടെ ഭാര്യയായി ആ കുടുംബത്തിലേക്ക് വരാനുള്ള അർഹത എനിക്കില്ല. സുധീഷ് കേട്ടിരുന്നു. ഞാനിപ്പോൾ ഈ ടെസ്റ്റ് എഴുതാനുള്ള കാരണം എന്താ? ബാങ്ക് ടെസ്റ്റ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടായതുകൊണ്ടല്ലേ? അതുപോലെയാണ് 2 പേർ തമ്മിലുള്ള വിവാഹ ജീവിതവും. മനസ്സുകൾ കൊണ്ട് തുലനം ചെയ്തിട്ടൊന്നും കാര്യമില്ല. സുധിയുടെ അച്ഛൻ, അമ്മ, വലിയ കുടുംബം, അവർക്ക് സമൂഹത്തിലുള്ള വില. അവിടെ ഞാനാരാ? നിങ്ങളുടെ വീട്ടിൽ ഒരു വേലക്കാരിയായി വന്നു നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടോ എന്നറിയില്ല. നമ്മുടെ സൗഹൃദം ഇതുപോലെ പോകട്ടെ. ഇവിടെ വന്നിട്ട് ഒരു ജോലിക്ക് വേണ്ടി മനസ്സ് തപിച്ചപ്പോൾ സുധി എന്നെ സഹായിച്ചു. ഇന്ന് എനിക്കൊരു പ്രയാസം വന്നപ്പോൾ ഓടി വന്നു. അതിൽ കവിഞ്ഞ് ഒന്നും നമുക്കിടയിൽ വേണ്ട സുധി. അവളുടെ കണ്ണ് നിറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു മനസ്സില്ലേ അച്ചു? ഒരു പെണ്ണ് ജീവിതത്തിൽ വരുമ്പോൾ ഇത്തരം ചിന്തകൾക്ക് ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് സുധിക്ക് ബോധ്യമാവും. വിവാഹാലോചനകൾ തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. അവൾ ചിരിച്ചു. അനുസരണയുള്ള കുട്ടിയാവടാ. ലേറ്റസ്റ്റ് പ്രപ്പോസൽ ഏതാ? അവൾ കൗതുകം കാണിച്ചു. ഏതോ ഒരു അഡ്വക്കേറ്റിൻ്റെതാ. ചെന്ന് കണ്ടോ? ഇല്ല, വേറെ പണിയില്ലേ? ചെന്ന് കാണണം. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ സമ്മതം പറയണം. ഭൂമിയിൽ ഓരോ വ്യക്തിക്കും കടപ്പാടുള്ളത് മാതാപിതാക്കളോടാ. അവരെ വെറുപ്പിക്കാതിരുന്നാൽ അത്രയും നല്ലത്. വലിയ ഉപദേശങ്ങൾ വിളമ്പുന്ന നീ എന്നെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. റോഡിലേക്ക് നോക്കി വേദനയോടെ സുധീഷ് പറഞ്ഞു. ഞാൻ എന്നെയാ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. സുധീഷ് മിണ്ടാതെയായി. പിണങ്ങിയോ? ഞാൻ ചോദിക്കട്ടെ സുധി, ഒരെതിർപ്പും പറയാതെ നമ്മുടെ വിവാഹം നടത്തിത്തരാൻ പോലീസ് ഉദ്യോഗസ്ഥനായ സുധിയുടെ അച്ഛൻ തയ്യാറാവുമോ? കളക്ടറേറ്റ് ഉദ്യോഗസ്ഥയായ സുധിയുടെ അമ്മ മനസ്സിനിണങ്ങിയ മരുമകളായി കുടുംബത്തിലേക്ക് എന്നെ സ്വീകരിക്കുമോ? സുധീഷ് ശബ്ദിച്ചില്ല. സുധിയുടെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ ചിറ്റപ്പനെ വന്നു കണ്ട് പെണ്ണ് ചോദിക്കാൻ പറ. അവരല്ല നമ്മളെ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അപ്പോൾ സുധി പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടെ ഇറങ്ങി വരണം. എനിക്ക് അഭയം തന്ന ആ വീട്ടിലുള്ളത് 2 പെൺകുട്ടികളാ. ഒരു ലോറി ഡ്രൈവറുടെ നിസ്സാര വരുമാനം കൊണ്ടാ ആ കുടുംബം പുലർന്നു പോകുന്നത്. സുധിയുടെ അച്ഛനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ പാവങ്ങൾ പിന്നെ ഭൂമുഖത്ത് ഉണ്ടാവില്ല. അവൻ്റെ മൗനം കണ്ട് അവൾ തുടർന്നു. ഇപ്പോൾ സുധിക്ക് കാര്യങ്ങൾ ബോധ്യമായല്ലോ. നമ്മുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അവൾ യാചന പോലെ പറഞ്ഞു. പിന്നീട് അവനൊന്നും പറഞ്ഞില്ല. തുറന്നു വെച്ച തട്ടുകടയ്ക്ക് മുന്നിൽ കാർ നിർത്തി അവൻ അവൾക്ക് ദോശയും ഓംലെറ്റും വാങ്ങിക്കൊടുത്തു. 3 മണിയോടെ കാർ വലിയൊരു ഹോട്ടലിന് മുന്നിൽ ചെന്ന് നിന്നു. ഹോട്ടൽ അന്ന ആർക്കേഡിയ എന്ന നീല നിറത്തിലുള്ള അക്ഷരങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നത് അവൾ കണ്ടു. ഞാനൊരു റൂം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്പമൊന്ന് മയങ്ങാം, എന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് പോകാം.
സുധീഷ് ഡോർ തുറന്നിറങ്ങി കാറിൽ നിന്ന് ബാഗ് എടുത്തു. ബാഗുമായി സങ്കോചത്തോടെ അവൾ ഇറങ്ങി. സെക്യൂരിറ്റി ചില്ലുവാതിൽ തുറന്നുകൊടുത്തു. സുധീഷ് റിസപ്ഷനിൽ സംസാരിക്കുമ്പോൾ റൂം ബുക്ക് ചെയ്തിരുന്നെന്ന് അവൾക്ക് ഉറപ്പായി. AC റൂമിലേക്ക് കടന്നയുടൻ സുധീഷ് ബെഡിലേക്ക് വീണു. 5 മിനിറ്റ് തികയുന്നതിനു മുമ്പ് കൂർക്കം വലി കേട്ടു തുടങ്ങി. അർച്ചന കുളിച്ച് ഫ്രഷായി. ശേഷിച്ച സമയം അവൾ ഗൈഡുകൾ മറിച്ചു നോക്കി. പരീക്ഷാ സെന്ററിലേക്ക് പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപാണ് അവൾ അവനെ വിളിച്ചുണർത്തിയത്. താഴെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ പരീക്ഷാ സെന്ററിലേക്ക് പുറപ്പെട്ടു. അർച്ചന പരീക്ഷ എഴുതുമ്പോൾ സുധീഷ് കാറിൽ കിടന്നുറങ്ങി. ഉറക്കത്തിന്റെ കടം തീർത്തു. സെൽ റിങ് ചെയ്യുന്നത് കേട്ട് സുധീഷ് കണ്ണു തുറക്കുമ്പോൾ പുറത്ത് അർച്ചനയുടെ തിളക്കമുള്ള മുഖം കണ്ടു. അവൾ കാറിൽ കയറി. സുധിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. യജ്ഞത കൊണ്ട് അവളുടെ മിഴികൾ പ്രകാശിച്ചു. അവൻ അവളുടെ ചുമലിൽ തട്ടി. നിനക്ക് സെലക്ഷൻ കിട്ടുമടി, കിട്ടാതെ പറ്റില്ലല്ലോ. അവൾ പുഞ്ചിരിച്ചു. ബാഗ് എടുത്തെങ്കിൽ ഹോട്ടലിൽ പോകേണ്ടിയിരുന്നില്ല, അവൾ പറഞ്ഞു. ഞാൻ കുളിക്കുക കൂടി ചെയ്തില്ല. അരമണിക്കൂർ തികച്ചും വേണ്ട. കാർ റോഡിലേക്ക് കയറുമ്പോൾ തെരുവിൽ അസാധാരണമായൊരു ചടുലത ദൃശ്യമായി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കടകളുടെ ഷട്ടറുകൾ തുടരെ വീഴുന്നു. പൊടുന്നനെ അശാന്തി വന്നു മൂടിയ പ്രതീതി. പോലീസ് വാഹനങ്ങൾ സൈറൻ മുഴക്കി ചീറിപ്പായുന്നുണ്ട്. ഹോട്ടലിലേക്ക് 1 കിലോമീറ്റർ ദൂരം ഉള്ളപ്പോൾ അക്രമികൾ ഒരു വാഹനം അഗ്നിക്കിരയാക്കുന്നത് കണ്ടു. സുധീഷ് കാറിന്റെ വേഗം കൂട്ടി. ഒരു മരക്കഷ്ണം കാറിന് നേരെ അലറിക്കൊണ്ട് ആരോ വലിച്ചെറിഞ്ഞു. കാറിൽ തട്ടി വല്ലാത്തൊരു ഒച്ചയോടെ അത് മറുഭാഗത്തേക്ക് തെറിച്ചു പോയപ്പോൾ അർച്ചന നിലവിളിച്ചു പോയി. സഖാവ് ജിനദേവന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഹർത്താൽ ആചരിക്കാനുള്ള അറിയിപ്പുമായി ചെങ്കൊടി കെട്ടിയ ഒരു ജീപ്പ് എതിരെ കടന്നുപോയി. ഈശ്വര, അർച്ചന നെഞ്ചിൽ കൈവച്ചു. ഹോട്ടലിന്റെ മുന്നിലെത്തിയപ്പോഴാണ് സുധീഷിന്റെ ശ്വാസം നേരെ വീണത്. കാറിന് കാര്യമായ കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിൽ വന്ന് സുധീഷ് TV ഓൺ ചെയ്തു. തലശ്ശേരിയിലും കൂത്തുപറമ്പിലുമായി 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. കണ്ണൂർ ആളിപ്പടരുകയാണ്. അക്രമ ദൃശ്യങ്ങൾ TV സ്ക്രീനിലൂടെ മിന്നിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യും സുധി? നമ്മൾ എങ്ങനെ പോകും? അവൾക്ക് കരച്ചിൽ വന്നു. പോകാനോ? മടക്കം നാളെ രാവിലെ നോക്കിയാൽ മതി. നീ വീട്ടിൽ വിളിച്ചു പറ, അവരും അറിഞ്ഞിട്ടുണ്ടാവും. അർച്ചനയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ട്രെയിൻ രാവിലെയെ പുറപ്പെടൂന്ന് പറ. കൂട്ടുകാരിയും അവളുടെ അച്ഛനും അമ്മയും നിന്റെ കൂടെയുണ്ടെന്ന ധൈര്യം അവർക്കില്ലേ? ഹോട്ടലിൽ റൂം എടുത്തെന്ന് പറ. സുധീഷിന് എല്ലാം നിസ്സാരമായി തോന്നി. ടവലുമെടുത്ത് അവൻ ബാത്റൂമിലേക്ക് നടന്നു. വല്ലാത്തൊരു ഉൾക്കുളിർ അവന് അനുഭവപ്പെട്ടു. ശേഷിച്ച പകലും ഒരു രാത്രിയും അർച്ചന തൻ്റെ ഒപ്പം. അവൻ ഷവർ തുറന്നിട്ട് ചുവട്ടിൽ നിന്നു. ഇതൊരു സുവർണ അവസരമാണ്. നന്നായി വിനിയോഗിച്ചില്ലെങ്കിൽ താൻ ഒരു വിഡ്ഢിയായിരിക്കും. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ബെഡിൽ നനഞ്ഞ മുഖവുമായി അർച്ചന ഇരിപ്പുണ്ട്. വിളിച്ചോ? തല ചീകുമ്പോൾ അവൻ ചോദിച്ചു. ന്യൂസ് കണ്ട് അവരും ഭയന്നിരിക്കുക. ഹോട്ടലിൽ മുറി കിട്ടിയെന്ന് കേട്ടപ്പോഴാ സമാധാനമായത്. ഇനി നീ സമാധാനമായിട്ടിരിക്കെ. അവൻ ഷർട്ട് എടുത്ത് ധരിച്ചു. താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി അവർ ഊണ് കഴിച്ചു. വൈകിട്ട് ചായ റൂമിൽ വരുത്തി കഴിച്ചു. രാത്രി 7 മണിയായപ്പോൾ പാഴ്സൽ ഫുഡ് വാങ്ങി വരാമെന്ന് പറഞ്ഞ് സുധീഷ് താഴെ വന്നു. ഒരു ധൈര്യം വരണമെങ്കിൽ ബിയർ കഴിക്കണമെന്ന് അവന് തോന്നിയിരുന്നു. ബാറിന്റെ ഡോർ തുറന്ന് സുധീഷ് അകത്ത് പ്രവേശിച്ചു. ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഒരു ബിയർ കഴിച്ചു. ലഹരി പോരെന്ന് തോന്നിയപ്പോൾ ഒന്നുകൂടി കഴിച്ചു. ലഹരി സിരകളിൽ പടർന്നപ്പോൾ വല്ലാത്തൊരു ഹരം അവനെ ചൂഴ്ന്നു നിന്നു. അർച്ചനയുടെ കണ്ണുകളും നീണ്ട നാസികയും വിടർന്ന ചുണ്ടുകളും സുധീഷിനെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്നു. പാഴ്സൽ ഫുഡ് വാങ്ങി ബില്ല് പേ ചെയ്തിട്ട് റിസപ്ഷനിലേക്കുള്ള ഡോറിന് നേരെ നടക്കുമ്പോൾ 2 കണ്ണുകൾ സുധീഷിനെ വലയം ചെയ്തിരുന്നു. റൂമിൽ വന്ന് 2 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവൻ കുറേ നേരം TV കണ്ടിരുന്നു. അവൾ മാറി നിന്ന് അമ്പിളിയോട് സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. സംസാരം അവസാനിപ്പിച്ച് അർച്ചന വരുമ്പോൾ അവൻ കിടന്നു കഴിഞ്ഞിരുന്നു. മറുവശത്ത് നിന്ന് ബെഡിന്റെ അരികുപറ്റി അവൾ കിടന്നു. അമ്പിളി പകർന്നു തന്ന ധൈര്യം അവൾക്കുണ്ടായിരുന്നു. അതിനുള്ളിൽ ഉറങ്ങിയോ? സുധീഷ് തിരിഞ്ഞു വന്ന് അവളുടെ അരക്കെട്ടിൽ കൈ ചുറ്റിയതും അർച്ചന ഞെട്ടിപ്പോയി. സുധി! അവൾ ഒന്ന് കുതറി. അവളോട് ചേർന്ന് അവൻ കൂടുതൽ ബലമായി പിടിച്ച് അഭിമുഖം കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. സുധി, എന്താ ഇങ്ങനെ? അവൾ ഭയന്നു.
നിഷ്പ്രയാസം അവൻ അവളെ മലർത്തിക്കിടത്തി. അവന്റെ കരുത്തിൽ അവൾ വിറച്ചുപോയി. നിനക്കെന്താ പറ്റിയത്? നീ എൻ്റെ അരികിലുണ്ടെന്ന ധൈര്യത്തിന്, ഒരു രാത്രിയെങ്കിലും എൻ്റെ ഒപ്പമുണ്ടെന്ന ആശ്വാസത്തിന്, ഒരു ജീവിതകാലം മുഴുവനും നിന്നെ സ്വന്തമാക്കിയെന്ന അഹങ്കാരത്തിന്. അവളുടെ കവിളിൽ അവൻ പൊള്ളുന്ന ചുണ്ടുവെച്ചു. സുധി, നീ കുടിച്ചിട്ടുണ്ടോ? അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വിട്ടില്ല. അവളെ അടക്കി കിടത്തി. നീ എന്നെ ചതിക്കുകയാണല്ലേ? ഹൃദയം പിളർന്ന് അവൾ ചോദിച്ചു. ഇത് ചതിയാണെങ്കിൽ അതിന് കാരണക്കാരൻ ദൈവമാണ്, ഞാനല്ല. അവൾ കരഞ്ഞു. നീ എന്നെ കളങ്കപ്പെടുത്തിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ലടാ, ഞാൻ മരിക്കും. സത്യമായി ഞാൻ ജീവനൊടുക്കും. അത് നിന്റെ ആയുസിന്റെ ദൈർഘ്യം പോലിരിക്കും. അവളുടെ അവസാനത്തെ പ്രതിരോധത്തെയും അവൻ കൈവരുതിയിൽ ഒതുക്കി. 10:30-ക്കുള്ള TV ന്യൂസ് കാണുകയാണ് വിശ്വനാഥൻ. 3 വർഷം മുമ്പ് തന്റെ പരിധിയിലുണ്ടായിരുന്ന കണ്ണൂരിന്റെ പുകഞ്ഞു കത്തുന്ന പല സ്ഥലങ്ങളും അയാൾ TV സ്ക്രീനിലൂടെ തിരിച്ചറിഞ്ഞു. ടീപ്പോയിലിരുന്ന സെൽഫോൺ റിങ് ചെയ്തപ്പോൾ അയാൾ എടുത്തു. പരിചയമില്ലാത്ത നമ്പറാണ്. ഹലോ, SP വിശ്വനാഥൻ. മുഴക്കമുള്ള സ്വരത്തിൽ അയാൾ സംസാരിച്ചു. സർ, ഞാൻ സുഗതനാണ്. കണ്ണൂരിൽ സാറുണ്ടായിരുന്നപ്പോൾ ഓർക്കുന്നുണ്ടോ CI സുഗതനെ? അയാൾക്ക് ആളെ മനസ്സിലായി. എന്താടോ സുഗത, കണ്ണൂര് വീണ്ടും തുടങ്ങിയല്ലോ. ഞാൻ ന്യൂസ് കാണുക. സമതലയിലാണല്ലോ കൊലപാതകം. സാർ, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. സസ്പെൻഷനിലാണ് ഞാനിപ്പോൾ. ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ സാറിൻ്റെ മകൻ സുധീഷിനെ കണ്ടു. വിശ്വനാഥൻ ജാഗരൂകനായി. ഏത് ഹോട്ടൽ? അന്ന ആർക്കേഡിയ. സംശയം മാറ്റാൻ റിസപ്ഷനിൽ ചെന്ന് ഉറപ്പുവരുത്തി. പിന്നെ സുധീഷിന്റെ മാരേജ് കഴിഞ്ഞോ? ഇല്ല, കൂടെ ഒരു പെണ്ണുമുണ്ട്. വിശ്വനാഥൻ അറിയാതെ എഴുന്നേറ്റു. പെണ്ണോ? അതെ സർ, ടെസ്റ്റ് എഴുതാനെന്നും പറഞ്ഞ് വെളുപ്പിന് കൊണ്ടുവന്നതാണത്രേ. സുധീഷ് ബാറിൽ നിന്ന് 2 ബിയറും കഴിച്ചിട്ടാ പോയത്. പെണ്ണ് സുന്ദരി എന്ന റിസപ്ഷനിൽ നിന്നറിഞ്ഞത്. വിശ്വനാഥന്റെ മുഖം ഉല പോലെ ചുവന്നു. ആരാ സ്ഥലം SI? എൻ്റെ ഒരു പയ്യനാ. സാറ് പറഞ്ഞാട്ടെ. 2നെയും റേഡിൽ പൊക്കിയേക്ക്. വിവരമറിഞ്ഞ മട്ടിൽ സുഗതൻ വന്ന് സുധീഷിനെ ഒഴിവാക്കണം. പെണ്ണ് ഒരു ലോറിക്കാരന്റെ മകളാണെങ്കിൽ അവൾ പുറം ലോകം കാണരുത്. ഇത് SP വിശ്വനാഥന്റെ ഓർഡർ. സർ. വിശ്വനാഥൻ കോൾ കട്ട് ചെയ്തു. അയാളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു പൊട്ടി. അടുത്ത ഭാഗം നാളെ.